ഒരു പോരാട്ടമായിട്ടല്ല, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൗഹൃദമായിട്ടുള്ള ഒരു മത്സരം. ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ജനം എല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഞാനും പങ്കാളിയാകുന്നു, അങ്ങനെയേ ഉള്ളൂ. അതായത് പോരാട്ടം എന്ന് എനിക്കതിനെ പറയാൻ പറ്റില്ല. പക്ഷേ ശക്തരായ ആൾക്കാരാണ് എതിർവശത്ത് നിൽക്കുന്നത്, അതിൻ്റെ നല്ല ബോധ്യം എനിക്കുണ്ട്. താങ്കൾ അന്ന് മേയർ പദവിയുമായി ബന്ധപ്പെട്ട് അന്ന് വിവാദം കത്തി നിൽക്കുമ്പോൾ താങ്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് ഒരു പദവിയിലും തനിക്ക് നോട്ടമില്ല, 5 വർഷവും ഈ വാർഡ് കൗൺസിലറായി ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് താങ്കൾ അന്ന് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. ഇപ്പോൾ ഈ മാറിയ സാഹചര്യം എങ്ങനെ ഉണ്ടായി? എന്താണ് തീരുമാനം മാറ്റാനുള്ള കാരണം? ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ താല്പര്യപ്പെട്ടതല്ല. അവിടെ കൗൺസിലർ തെരഞ്ഞെടുപ്പിലും വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഞാൻ താല്പര്യപ്പെട്ടതല്ല. പക്ഷേ ഒരു സാഹചര്യം മാറി വന്നു എന്നറിയാമല്ലോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വാർഡിൻ്റെ കൗൺസിലറായിട്ട് ഇരിക്കുന്നതിനേക്കാളും ഒരു നിയോജക മണ്ഡലം മുഴുവനുമുള്ള ഒരു സേവനം എന്നിൽ നിന്ന് കിട്ടുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ. ജനസേവനം എന്ന് പറയുന്നത് ഒരു ഹരമായി മാറി. അതുകൊണ്ടാണ്, ഒരു പാഷനാണ്. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സേവനം ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കിക്കൊണ്ടാണ് ഞാനിത് സന്തോഷപൂർവ്വം സ്വീകരിച്ചത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ തവണ VK പ്രശാന്ത് ജയിക്കുന്നത് 21,000 വോട്ടുകൾക്കാണ് പ്രശാന്ത് ജയിക്കുന്നത്. അതിന് മുമ്പ് പ്രശാന്ത് ജയിക്കുന്നത് 19-ൽ 14,000 വോട്ടുകൾക്കാണ്. വലിയൊരു സ്വാധീനം, വലിയൊരു ഭൂരിപക്ഷം VK പ്രശാന്തിന് അവിടെയുണ്ട്. ഇപ്പോൾ താങ്കൾ അവിടേക്ക് വരുമ്പോൾ താങ്കൾക്ക് എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? ഇത്രയും ഈ വലിയൊരു പോരാട്ടത്തിൽ എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? താങ്കൾക്ക് എന്താണ് അനുകൂലമായ ഘടകങ്ങൾ അവിടെയുള്ളത്? എങ്ങനെ ഈ മത്സരം നേടാനാണ് ഉദ്ദേശിക്കുന്നത്? നല്ല ആത്മവിശ്വാസമുണ്ട്. അത് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. കാരണം പ്രചാരണത്തിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഇനിയും വരുമല്ലോ ചോദിക്കാം. ഒരു കാര്യം, താങ്കൾ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു ജീവനക്കാരനായിരുന്നെങ്കിൽ ഇത്തരം ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ സർക്കാർ ഒരു നടപടി സ്വീകരിക്കുമായിരുന്നു, നിയമപ്രകാരം നടപടി സ്വീകരിക്കുമായിരുന്നു. ഇവിടെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒരു പൊതുപ്രവർത്തനം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ടും അത് എന്തുകൊണ്ട് സർക്കാർ അതൊരു കുടുംബ പ്രശ്നമായി കാണുന്നു എന്നാണ് താങ്കൾ ഉന്നയിച്ചത്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രസക്തമാണ്, നിങ്ങൾ തന്നെ പറയുന്നില്ലേ? ഓക്കെ, അത് മതി. അതിനു വേണ്ടിയിട്ടാണ്. പ്രസക്തമാണെന്ന് പത്രക്കാർക്കും സമൂഹത്തിന് തോന്നണം. ഇതുവരെ മീഡിയ ഒന്നും ഇതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ. അതായത് സർക്കാർ എന്നിട്ടും ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്നതാണ് താങ്കൾ പറയുന്നത്? അങ്ങനെയല്ല, അത് നിങ്ങൾ തന്നെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് എൻ്റെ വായിന്നത് കേൾക്കേണ്ടതില്ലല്ലോ. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ മനസ്സിലാക്കട്ടെ. ശരി, താങ്ക് യു. അതെ അതെ, ആത്മവിശ്വാസമുണ്ട്. സാഹചര്യം മാറിയതുകൊണ്ട് തീരുമാനം മാറി. എനിക്കെതിരെ ഒരു കള്ളക്കേസൊക്കെ എടുത്ത് ഹരാസ് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തി, ഒരു പേടി കൊണ്ട്, ഇനി മത്സരരംഗത്തേക്ക് ഇവർ വന്നേക്കുവോ എന്നുള്ളൊരു പേടി കൊണ്ട് ഒരു കള്ളക്കേസ് എടുത്ത് ശ്രീലേഖ പോക്സോ കേസിൽ പ്രതി എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായപ്പോൾ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്നോടിങ്ങനെ നേതൃത്വം പറയുകയാണെങ്കിൽ, എന്നോടിങ്ങനെ നിർദ്ദേശിക്കുകയാണ് ശ്രീലേഖ തെരഞ്ഞെടുപ്പിൽ നിൽക്കൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിൽക്കും എന്നുള്ളത് പണ്ടേ സമ്മതിച്ച കാര്യമാണ്. അത് അങ്ങനെ തന്നെയാണ് ഞാൻ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചതും ഇപ്പോൾ ഇവിടെ വന്നതും. ശക്തമായ മത്സരമാണ്, അറിയാം. ആവശ്യത്തിന് ചോദ്യം ചോദിച്ചു. സലാം, ഗണേഷ് കുമാറിന്റെ ഭാര്യ അന്ന് പിന്നീട് പറഞ്ഞത് തനിക്ക് പരാതിയില്ല, അദ്ദേഹം ഫോൺ ചെയ്ത് മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താൻ അത് പിൻവാങ്ങി എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് താങ്കൾ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരു നിയമ നടപടി വേണം, അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ? എന്റെ ഉദ്ദേശം എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഭാവി ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് അവരോടൊക്കെ ചോദിക്കൂ. ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അന്ന് ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യ ഉന്നയിച്ചത്. പുറത്ത് പറയില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു ആളെ സംരക്ഷിക്കുന്ന നിലപാടാണോ ഈ സർക്കാർ സ്വീകരിക്കുന്നത്? അവരുടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതാണോ? അല്ല, ഒരു ധാർമ്മികത എന്ന് പറയുന്നത് ഉണ്ടല്ലോ. ഒരു പൊതുപ്രവർത്തകന് ഒരു ധാർമ്മികതയില്ലേ? അപ്പോൾ ആ ധാർമ്മികത വെച്ച് പുലർത്താത്ത ഒരു പൊതുപ്രവർത്തകനായി അത് എന്തുകൊണ്ടാണ് അത് എല്ലാവരും അനുവദിക്കുന്നത് എന്നുള്ള ഒരു സംശയമായിരുന്നു. അത് പലരുടെയും മനസ്സിലുള്ള സംശയമാണ്, ആരും ചോദിച്ച് കണ്ടില്ല. അപ്പം ഞാൻ പൊക്കോട്ടെ, കുറച്ച് തിരക്കുണ്ട്. പ്രചാരണം തന്നെയാണ് അതിൻ്റെ ഘട്ടം ആദ്യം തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ റോഡ് ഷോ ഉണ്ട് 5:30. അതിന് മുമ്പായിട്ട് കുറച്ച് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്രചാരണം മാത്രം പോരല്ലോ, കൗൺസിലറിൻ്റെ ഡ്യൂട്ടിയും കൂടെ ചെയ്യേണ്ടേ. അത് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കൗടിയാർ ഓഫീസിൽ ഇല്ല, വേറൊരു കൗടിയാർ ഒരു സ്ഥലത്ത് കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് വരുന്ന പ്രതീക്ഷിച്ചതല്ല. അതെ അതെ, ശക്തമായ മത്സരം തന്നെ ഉണ്ടാവും. രണ്ടുപേർക്കും നല്ല പരിചയമുള്ള, രാഷ്ട്രീയ പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അനുഭവ സമ്പത്തൊക്കെയുള്ള വ്യക്തികൾ തന്നെയാണ്. വ്യത്യസ്ത സ്ത്രീയിലേക്കാണ്. വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ എനിക്ക് 33.5 വർഷത്തെ പൊതുജന സേവനം
ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള നിലയിൽ എനിക്ക് എല്ലാ തട്ടുകളിലുള്ള ജനങ്ങളെ സേവനം ചെയ്ത ഒരു അനുഭവം, ആ സമ്പത്ത് എൻ്റെ തുണയ്ക്ക് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ.